Hi guys, welcome back to our channel Thread Stories. ഇത് നമ്മൾ യൂഷ്വൽ ചെയ്യുന്ന പോലെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മളൊരു ഹെയർ കളർ വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് എങ്ങനെ ഹെയർ കളർ ചെയ്യാം, ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മളതിന് സ്ട്രീക്സിൻ്റെ ഹെയർ കളറാണ് യൂസ് ചെയ്യുന്നത്. ഞാനത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. 175 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ട്രീക്സിൻ്റെ ഹേസൽ ബ്രൗൺ ഷെയ്ഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ലോങ് ഹെയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ 2 പാക്കറ്റ് വേണ്ടി വരും. നമ്മൾ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലത്തെ 2 പാക്കറ്റ്സ് കിട്ടുന്നുണ്ട്. ഇതിൽ സ്റ്റെപ്പ് 1 ഒക്കെ എഴുതിയിട്ടുണ്ട്. സ്റ്റെപ്പ് 1 ഇടാനുള്ള മിക്സാണ്. ഒരെണ്ണം ബ്ലോണ്ട് പൗഡറും ഒരെണ്ണം ഡെവലപ്പറുമാണ്. ഇതാണ് നമ്മുടെ ഡെവലപ്പർ. ഇതിൽ ഡി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സ്റ്റെപ്പ് സി ഡി അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ബ്ലോണ്ട് പൗഡർ. പിന്നെ നമുക്ക് സ്റ്റെപ്പ് 2 യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കളറൻറ്റും ഡെവലപ്പറും കിട്ടുന്നുണ്ട്. ഞാനത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയി, സോറി. പിന്നെ നമുക്ക് ബോക്സിലുണ്ടായിരുന്നത് ഇതേപോലത്തെ ഒരു ബ്രഷാണ്. ഡൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സെയിം ബ്രഷ് തന്നെയാണിത്. പിന്നെ ഉണ്ടായിരുന്നത് ഇതേപോലത്തെ ഒരു ബ്രഷാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു ബ്രഷാണ്. ആക്ച്വലി ഇതിൻ്റെ യൂസ് എനിക്കറിയത്തില്ല, മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. ഇങ്ങനത്തെ ഒരു ബ്രഷും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലൗസ് ഉണ്ട്. ഇതിൽ 2 ഗ്ലൗസ് ഉണ്ട്. പിന്നെ നമുക്ക് മാനുവലാണ് തന്നിരിക്കുന്നത്. ഇത്ര ഐറ്റംസാണ് ഈ ബോക്സിലുണ്ടായിരുന്നത്. നമുക്ക് എങ്ങനെയാണ് ഹെയർ കളർ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഒരു നോൺ മെറ്റാലിക് ബൗളാണ് വേണ്ടത്. ഞാൻ പ്ലാസ്റ്റിക് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബ്ലോണ്ട പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഡെവലപ്പറും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഞാൻ ഈ ഹെയർ കളർ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. നമ്മൾ ബ്ലോണ്ട പൗഡർ പൊട്ടിച്ചിട്ട് ആ സെയിം ബൗളിലേക്ക് തന്നെ നമുക്ക് ഡെവലപ്പറും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബ്ലോണ്ട പൗഡർ പൊട്ടിച്ച് ഇടുമ്പോഴത്തേക്കും നമ്മളത് ഇൻഹെയിൽ ചെയ്യാനേ പാടില്ല. ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ചുമയൊക്കെ വരും. നമ്മളിത് ഡെവലപ്പറും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് എടുത്ത് നല്ല രീതിയിൽ മിക്സ് ആവണം. നന്നായിട്ട് ബ്ലെൻഡ് ആവണം. നമുക്ക് 2-3 മിനിറ്റ് എടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. പൗഡർ വേറെ ഡെവലപ്പർ വേറെ അങ്ങനെയൊന്നും കിടക്കരുത്. ഒരു പേസ്റ്റ് ഫോമിലാണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു ലാവൻഡർ ഷെയ്ഡൊക്കെ പോലത്തെ ഒരു ഷെയ്ഡിലുള്ളൊരു പേസ്റ്റാണ് നമുക്ക് കിട്ടിയത് ഇപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ. നമ്മൾ ഈ ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്തത് ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മറ്റേ ബ്രഷ് നമ്മൾ യൂസ് ചെയ്തില്ല. ഈ ബ്രഷ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നതൊക്കെയുണ്ട്. ഇതേപോലെ പേസ്റ്റ് ഫോമിലാണ് നമുക്ക് വേണ്ടത്. നമുക്കിനി ഇത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഹെയർ കളർ യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്ത് ഹെയർ നന്നായി വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ടുണ്ടാവണം. എന്നിട്ട് ഇതേപോലെ സെക്ഷൻസ് എടുത്തിട്ട് നമുക്ക് എവിടേക്കാണ് കളർ വേണ്ടത് അവിടെയെല്ലാം നമുക്ക് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്കിത് സ്വന്തമായിട്ടും ചെയ്യാവുന്നതാണ്. എനിക്കിപ്പോൾ എൻ്റെ ആൻറ്റിയാണ് ചെയ്തു തരുന്നത്. ആൻറ്റി ബ്യൂട്ടീഷ്യനാണ്. നമുക്ക് ഹെയറിൽ ഏതൊക്കെ പോർഷൻസിലാണോ കളർ വേണ്ടത് അവിടെയെല്ലാം നമുക്ക് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തിട്ട് നമുക്ക് 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി. എന്നിട്ട് ഹെയർ ഡ്രൈ ആയതിനു ശേഷം മാത്രം സെക്കൻഡ് സ്റ്റെപ്പ് അപ്ലൈ ചെയ്യാം. ഞാൻ സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടും, അതുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെ ചെയ്താൽ മതി സെക്കൻഡ് സ്റ്റെപ്പിലും. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് ഹെയർ ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കളർ ചേഞ്ച് ആയിട്ടുണ്ടാവും ചെറുതായിട്ട്. ഓൾമോസ്റ്റ് ഒരു ബ്ലോണ്ട് ഹെയർ കളർ ആയിരിക്കും. നമുക്കിത് സ്റ്റെപ്പ് 2 പ്രൊസീജിയേഴ്സ് നോക്കാം. നമുക്കതിനും ആവശ്യമായിട്ടുള്ളത് ഒരു നോൺ മെറ്റാലിക് ബൗളാണ്. നമുക്ക് ആ ബൗളിലേക്ക് കളറൻറ്റ് പൊട്ടിച്ചിടാം. ഓൾമോസ്റ്റ് ഒരു പേസ്റ്റ് ഫോമിലാണ് കളറൻറ്റ് ഇരിക്കുന്നത്. കളറൻറ്റ് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഡെവലപ്പറും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തേക്കാം. ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് കയറി വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഈ കളർ 6 to 8 months വരെ ലാസ്റ്റ് ചെയ്യുമെന്നൊക്കെയാണ് യൂസർ മാനുവലിൽ കൊടുത്തിരിക്കുന്നത് ഇവർ. നമുക്ക് ഈ കളറൻറ്റും ഡെവലപ്പറും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്ത സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ് സെക്കൻഡ് സ്റ്റെപ്പിലും. ആകെ ഒരു ചേഞ്ച് ഉള്ളത് ബ്ലോണ്ട പൗഡറിന് പകരം നമ്മൾ കളറൻ്റാണ് യൂസ് ചെയ്യുന്നത്. 2ലും ഡെവലപ്പർ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പിലും ഈ മിക്സ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് അവരൊരു കണ്ടീഷണർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 കണ്ടീഷണേഴ്സ് ഉണ്ട്. ആ കണ്ടീഷണർ യൂസ് ചെയ്ത് നമ്മൾ ഹെയർ വാഷ് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പിലെ മിക്സ് ഈ ഒരു ഫോമിലാകുമ്പോഴാണ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഈ മിക്സ് അപ്ലൈ ചെയ്ത് 30 മിനിറ്റ്സ് കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്യാം. ഹെയർ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നൊരു ഫൈനൽ ലുക്കാണിത്. ഇതേപോലെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നിങ്ങൾക്ക് ലോങ് ഹെയർ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ 2 പാക്കറ്റ്സ് എന്തായാലും വേണ്ടി വരും.
എനിക്കൊരു മീഡിയം ഹെയർ ആണ്, എന്നിട്ടും ഫുള്ളായിട്ട് തികഞ്ഞതൊന്നും പറയാൻ പറ്റില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമ്മൾ ഇത്രയും സ്പ്രെഡ് ചെയ്ത് കളർ ചെയ്തത്. അപ്പോൾ ലോങ് ഹെയർ ഒക്കെ ആണെങ്കിലും എന്തായാലും 2 പാക്കറ്റ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഞാൻ ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ ഇത്രയും അടിപൊളിയായിട്ട് കളർ ആകുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും എന്നെ പോലെ ഹെയറൊക്കെ കളർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കുക, വീട്ടിൽ ഈസി ആയിട്ട് കളർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്